ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോഴത്തേന് ഇതുപോലെ ടീം വർക്ക് ചെയ്ത് രണ്ട് വ്യക്തികളെ കോർണർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. പറഞ്ഞു വരുന്നത് അക്ബർ, നെവിൻ, ആര്യൻ ഇവർ മൂന്ന് പേര് തന്നെയാണ്. ഇപ്പൊ ബിഗ് ബോസിന്റെ ക്യാപ്റ്റൻ ആണല്ലോ, അതുകൊണ്ടായിരിക്കും കോർണർ ചെയ്യാനായിട്ട് കൂടുതൽ അധികാരങ്ങൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു 3 ക്യാപ്റ്റന്മാർക്ക് ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ട് ഭരിക്കാനായിട്ട് കൊടുക്കുന്നത്. അതിനുണ്ടായിട്ടുള്ള പോരായ്മകൾ പല വ്യക്തികളെടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രമോയിൽ നമ്മൾ കാണുന്നുണ്ട് ആ ക്യാപ്റ്റൻ എന്ന പരിഗണന എടുത്തുകൊണ്ട് അവിടെ ഒരു സർവാധിപത്യം അല്ലെങ്കിൽ ഒരു മാടമ്പി സെറ്റപ്പിലൊക്കെ കാണിച്ചു വരുന്ന നെവിനെയൊക്കെ ഇവർ കൃത്യമായിട്ട് കോർണർ ചെയ്യുന്ന ആരെയാ? അനുമോള്, അനീഷ്. പുറത്തു നിന്നും ഇത്രയും വ്യക്തികൾക്ക് സപ്പോർട്ട് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് മാക്സിമം അവരുടെ നെഗറ്റിവിറ്റി എങ്ങനെയാണെന്നുള്ളത് വലിച്ചു കീറി എടുത്തിട്ട് കാണിക്കുക. ബിഗ് ബോസ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കോമണറായിട്ട് തുടക്കം മുതൽ ഇന്ന് ഈ ദിവസം വരെ നിൽക്കുന്ന ഏക വ്യക്തി അനീഷായിരിക്കും. അപ്പോൾ പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അനുമോൾക്ക് ഇത്രയധികം സപ്പോർട്ട് ഉണ്ടായിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിനുള്ളിൽ കുറച്ചധികം നെഗറ്റീവ് പരാമർശങ്ങൾ ഉണ്ടായിട്ടും ആ പെൺകുട്ടി ഇപ്പോഴും അതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും അതിഗംഭീരമായിട്ടുള്ള സപ്പോർട്ട് പുറത്തു നിന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്ന് കൊളാബ് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മാക്സിമം നെഗറ്റിവിറ്റി അടിച്ച് പുറത്തേക്ക് വിട്ട് ഇവർ എങ്ങനെയെങ്കിലും വിടാൻ നോക്കുമായിരിക്കും. പക്ഷെ ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല. നമുക്കറിയാം ഇവരുടെ ഒരു കഴിഞ്ഞ വീക്കിൽ ഒരു ടാസ്കിനകത്ത് അക്ബർ ബാക്കിൽ നിന്ന സമയത്ത് ബസ്സിൽ നിൽക്കുന്ന ഒരു പരാമർശം അനുമോള് പറഞ്ഞത്. അതിനുശേഷം അനുമോള് പറഞ്ഞു അത് ആ സമയത്ത് ദേഷ്യത്തിൽ പുറത്ത് ഞാൻ പറഞ്ഞതാണ്, അത് അവിടെ വെച്ച് സോൾവ് ചെയ്ത് വിടുകയും ചെയ്ത്. ആ വീക്കിലെ ലാലേട്ടൻ വന്ന് അത് കൃത്യമായിട്ട് എടുത്തു വെച്ച് ക്രിട്ടിസൈസ് ചെയ്ത് അതിനെപ്പറ്റി സംസാരിച്ച് അത് അവിടെ വെച്ച് സോൾവ് ചെയ്ത് ക്ലോസ് ആക്കിയ ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് കൊടുക്കുന്നു, ഒരു വാർത്താ സമ്മേളനം. അതിനകത്ത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് വന്നിരിക്കുന്നു, അവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ നിലവിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അഖിൽമാരാറുടെ സീസണിൽ ഒരു മുണ്ടുപൊക്കി എന്ന് പറഞ്ഞൊരു സംഭവം, അത് ക്ലോസ് ചെയ്ത കാര്യം. ആ ക്ലോസ് ചെയ്ത കാര്യം ഏകദേശം അവസാനം വരെയും ജുനൈദ് എടുത്തു വെച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട നമുക്കെല്ലാം ഭയങ്കരമായിട്ട് അരോചകം ഉണ്ടായിട്ടൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഒരു സാധനമാണ് ഇവിടെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അക്ബറിനെതിരെ പറഞ്ഞിട്ടുള്ള പരാമർശം അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും അതൊരു ടോപ്പിക്കായിട്ട് എടുത്തു വെച്ച് ആളുകളുടെ ഇടയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്. ആളുകളുടെ ഇടയിലേക്ക് മാത്രമല്ല ഇഞ്ചക്ട് വരുന്നത്, ഇത് അക്ബറിനുള്ളിലേക്കുമാണ്. അക്ബർ എന്ന് പറഞ്ഞൊരു വ്യക്തി പല സ്ഥലങ്ങളിലും ഒരു സ്ത്രീ എന്നോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിഗണന കൊടുക്കാനായിട്ട് നിൽക്കുമ്പം അവിടെ ഒരു കൊടുവിഷമായിട്ട് മറ്റേ ബിന്നിയൊന്നും അല്ല, ഇവനാണ്. ഈ എരിയും പുളിയും തിരിച്ചറിയാത്ത ഇവൻ ആര്യൻ, ഇവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അവന് പറയുന്ന എന്തോ പ്രവർത്തിക്കുന്നോ അറിയത്തില്ല. ഈ ഗ്രഡ്ജ് ഉണ്ടല്ലോ, അതായത് ജിസൈലുമായിട്ടൊരു സംഭവം, കിടപ്പറയിൽ നിന്ന് പൊക്കിയെന്നൊരു സംഭവം, അത് എല്ലാവർക്കും ഏകദേശം മനസ്സിലായതുകൊണ്ട് എങ്ങനെങ്കിലും അനുമോളുടെ ദേഹത്ത് എടുത്തു വെച്ച് ബാക്കി എല്ലാം കൂടെ അടിച്ചങ്ങ് താറടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം ചോദിക്കാം. അതിന് വ്യക്തമായ മറുപടി അനുമോൾ കൊടുക്കുന്നത് കേൾക്കാം. അതിനുശേഷം ഇവർ തമ്മിലുള്ള ഒരു ഗൂഢാലോചന കേൾക്കാം. ഇതെല്ലാം പ്രോപ്പറായിട്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. വ്യക്തമായിട്ട് അനുമോൾ അതിനകത്ത് പോയിന്റ് ചെയ്ത് പറയുന്നുണ്ട്. ആര്യൻ ബാക്കിൽ നിന്ന് തെള്ളി നിൽക്കുന്ന, ചിലപ്പോൾ ആര്യൻ ഉദ്ദേശിച്ച സംഭവം ഇത് തന്നെയാണ്, അത് പ്രോപ്പറായിട്ട് അവിടെ വീണ്. എന്നാൽ അതിന് പ്രോപ്പറായിട്ട് ഒരു നെഗറ്റീവ് ഇമേജ് അനുമോൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അത് ഈ ഒരു വിധേന അങ്ങ് യൂസ് ചെയ്യുന്നു. അപ്പം റീതിങ്ക് ചെയ്യും. വീണ്ടും അക്ബർ ഇരുന്നുകൊണ്ട് ആലോചിക്കും അതെന്താണ് ബാക്കിൽ നിന്നുള്ള കുഴപ്പം. അക്ബറിന്റെ ഇരുത്തേ കണ്ടാൽ തന്നെ അറിയാം. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ. അക്ബറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ PR വർക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കിന് എല്ലാവരും വലിയ PR വർക്കൊക്കെ പറയുന്നുണ്ട്. സ്വന്തം ഭാര്യ തന്നെ ഇൻസ്റ്റഗ്രാം വഴി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കുന്ന പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. ഞാൻ ആ പോസ്റ്റൊക്കെ ഇവിടെ വെക്കാം. ഇതൊക്കെ ഒരു PR വർക്കിന്റെ ഭാഗം തന്നെ. അപ്പൊ ആർക്കും ആരെയും PR വർക്ക് എന്ന് പറഞ്ഞ് കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു PR വർക്കായിട്ട് കൂട്ടൂ. അതിന് പേയ്മെന്റ് ആണോ പേയ്മെന്റ് ഇല്ലേ എന്നൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. PR വർക്ക് ഈസ് എ PR വർക്ക്, അത്രേ ഉള്ളൂ. അപ്പൊ PR വർക്കിനെ കുറിച്ച് ഒന്നും അറിയാതെ ബിഗ് ബോസിനകത്തിരുന്ന് അക്ബർ ഘോര പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. അത് മനസ്സിലാക്കണം ആദ്യമേ.
ആൻസർ ക്ലിയർ ആണ്. അക്ബറിന് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഈ പോയിന്റ് കാണാം, വ്യക്തമായിട്ട് അക്ബറിന് മനസ്സിലായല്ലോ. ഇതിനുശേഷം ഇവർ ചെന്ന് ഇരുന്ന് സംസാരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചത്. അതിനകത്ത് വീണ്ടും ആരും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നുണ്ട്. ഈ പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കണം. അത് വ്യക്തമായിട്ട് അക്ബറിന് മനസ്സിലായി. ഓക്കെ, അത് അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞു, അതായത് ക്ഷമയും കൂടെ ആണ് അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ്. അതല്ലാതെ അത് പേഴ്സണൽ ഗ്രഡ്ജ് ആയിട്ടോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളോ ഒന്നുമല്ല എന്ന് പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. ഇനി മാപ്പ് പറയുന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. വ്യക്തം, സോറി പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സോറി പറയാനായിട്ട് ആ നേരം നമുക്ക് തോന്നത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് കൊണ്ട് രണ്ടുപേർക്കും അത് പരമാവധി സംസാരിച്ചങ്ങ് തീർക്കാം. ഓക്കെ, അത്ര ഇതിനകത്ത് വ്യക്തമായിട്ട് എനിക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ഇരിക്കെ ഈ ഒരു ടാസ്കിന് ശേഷം ഈ പറയുന്ന ആദില നൂറയുമായിട്ട് ഉള്ള അനുമുള്ള ഒരു സംഭാഷണത്തിന്റെ ഒരു ഭാഗം കണ്ടു. പുള്ളി നല്ലൊരു ക്യാരക്ടറാണ്, മനുഷ്യനെയൊന്നും ചെയ്യത്തില്ല. പക്ഷെ അവിടെ ഒരു എക്സാമ്പിൾ വേറെ കേസ് പോട്ടെ, അത് നീ പറഞ്ഞു വന്ന് അങ്ങനെ നീ പറഞ്ഞത് പുള്ളി നല്ലതിലാണ്, നിന്റെ ദേഷ്യത്തിന്റെ പുറത്ത് നിന്റെ വായിന്ന് വന്നു പോയി കാണുന്നവരെ നീ സമ്മതിച്ചു. പിന്നെയും അത് പറഞ്ഞപ്പോൾ അയാൾ നിന്നെ എന്താക്കി എടുക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു. എന്താക്കി എടുക്കുന്നതെന്ന് ഇപ്പം ബിഗ് ബോസിനകത്തുള്ള വ്യക്തികൾക്ക് തോന്നിയില്ല, അതുപോലെ തന്നെ പുറത്തുള്ളവർക്ക് തോന്നിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഇതൊരു കുത്തിത്തിരിപ്പായിട്ട് എടുത്തുകൊണ്ട് വന്ന് ചോദിക്കുന്നത്? ആർക്കാരോട് ദേഷ്യം കൂടാനാണെന്ന് കാണുന്ന നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്താണെന്നുള്ളത്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇമാതിരി പരിപാടി കാണിക്കുന്നത്? ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഈ വീഡിയോ എടുത്തിടാനായിട്ടുള്ള ഒരു കാരണവും ദാ ഇവർ ആദിലയും നൂറയും സംസാരിക്കുന്ന ഈ ഒരു കാര്യം മാത്രമാണ്. എന്തിനത് വീണ്ടും എടുത്ത് കുത്തിപ്പൊക്കി ഇതിനിടയിൽ ഒരു സംസാര വിഷയമായിട്ട് കൊണ്ടുവന്നു? കാണുന്ന നമുക്ക് വീണ്ടും വെള്ളം അടിച്ച് കാണിക്കാനോ? അതോ എന്ത് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഇനിയിപ്പോ ഈ വീക്കിൽ വോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ വോട്ട് ചെയ്യാൻ നേരം ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തിട്ട് വോട്ട് ചെയ്യണമെന്നുള്ളത്. ഓർക്കാൻ ഇപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. തീർച്ചയായിട്ടും അതൊരു കഴിഞ്ഞ കാര്യമാണ്. അത് കഴിഞ്ഞ കാര്യം അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് അവസാനിപ്പിച്ചൊരു കാര്യം. അത് വീണ്ടും എടുത്തു വെച്ചൊരു ടോപ്പിക്കിലേക്ക് കൊണ്ടുവന്ന ഒരു സംസാരത്തിലേക്ക് കൊണ്ടുവന്നത് ആര്യം തന്നെയാണ്. ഇനി അവൻ കൊണ്ടുവരാൻ ഇടയുണ്ടായ സാഹചര്യം എന്താണെന്നും അവന്റെ ഉദ്ദേശം എന്താണെന്നും ഇനി കാണിക്കുന്ന ക്ലിപ്പിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അക്ബർ പറയുന്ന കേട്ടോ, ഇത്രയധികം ഫാൻ ഫോളോവേഴ്സ് ഉള്ള അനു ഇതുപോലെ ഒരു പരാമർശം പറയുമ്പോഴത്തേക്ക് പുറത്തെന്റെ ഇമേജ് ഏത് രീതിയിലായിരിക്കും പോകുന്നത്? ഉടനെ ആരും അതിന് മറുപടി പറയുന്നത് കേട്ടോ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്, അതിനൊരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിച്ചതെന്ന്. എന്നാൽ വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന രീതിയിലൊരു ചോദ്യമായിരുന്നു അത് അല്ല. വീണ്ടും അക്ബറിനുള്ളിലേക്ക് ഒരു വിഷം കുത്തി വെക്കാൻ എന്താ ഇതുപോലെ വെള്ളത്തിൽ വീണ കോഴി കണക്ക് ഒരു സൈഡിൽ വന്ന് മാറിയിരുന്ന് ആലോചിക്കാനായിട്ട് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു തന്നെയാണ് ആര്യ. അത് വ്യക്തമാക്കി ഞാൻ കാണിച്ചു തരാം. അവന്റെ ഉദ്ദേശം അതല്ലായിരുന്നു, കൃത്യമായിട്ട് കാണിച്ചു തരാം. എന്താ മനസ്സിലായോ? അത് ഡ്രാമയല്ലേ, എന്തിനാ വീണത്? ഏകദേശം ഈ വീഡിയോ ഒരു 4 മിനിറ്റിൽ ഞാൻ ഒരു കാര്യം കാണിക്കുന്നുണ്ടായിരുന്നു. അക്ബർ പറഞ്ഞു ആ മതി, ഓക്കെ, ഇതിനകത്ത് ഞാൻ ഓക്കെ ആണെന്നുള്ളൊരു കാര്യം. ആ സംഭവമാണ് ഇപ്പൊ ആരും വീണ്ടും എടുത്ത് പറയുന്നത്. അത് ഡ്രാമയല്ലേ അവൾ അങ്ങനെ പറയുന്നു എന്നുള്ളൊരു കാര്യം. അതായത് ഓൾറെഡി ഇതിനകത്ത് വിക്റ്റമായിട്ടുള്ള ആൾക്കും മറ്റേ ആൾക്കും കാര്യങ്ങൾ മനസ്സിലായി, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനകത്ത് ഓക്കെ പറഞ്ഞു. പക്ഷെ അത് ആര്യനാണ് ഇപ്പോഴും സാറ്റിസ്ഫൈ ആവാത്തത്. അതിന് പ്രോപ്പറായിട്ടൊരു ഉത്തരം കിട്ടാത്തത് ആർക്കാണ്? ആര്യന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവ ഇപ്പൊ പറയുന്നത് അത് അവളുടെ ഡ്രാമയല്ലേ, അങ്ങനെയല്ലേ അവൾ പറയത്തുള്ളൂ, അവളുടെ ഡ്രാമയല്ലേ അതെന്ന്. അത് വ്യക്തമായി പറഞ്ഞത് ദേഷ്യത്തിന്റെ പുറത്ത് ഞാൻ അവിടെ വെച്ച് സംസാരിച്ചതാണ്, പറഞ്ഞതാണ്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരാളുടെ മോക്ക് അത്രയും ഇതായി ഹേർട്ടായി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അത് ഡിസ്കംഫർട്ട് ആയിട്ടൊരു പൊസിഷൻ ആയിരിക്കും. ആ പൊസിഷനിൽ അത് മുട്ടം വിഷയമാവും. ഇപ്പൊ നിങ്ങൾ തമിഴ് ബിഗ് ബോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതിനകത്ത് ഒരു കോൺട്രവേഴ്സി നടന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ വട്ടം പിടിക്കുന്ന ഒരു കാര്യം. ആ വട്ടം പിടിക്കുമ്പോഴത്തേന് ആ പെണ്ണ് എന്തോ നമ്മൾ ക്ലിയർ ആയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൂടാ എന്ന് പറഞ്ഞിട്ട് ആ ക്യാമറയുടെ മുന്നിൽ തന്നെ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ബിഗ് ബോസ് അത് നിങ്ങളുടെ നിയമത്തിനെതിരാണ് എന്നെ അങ്ങനെ പിടിക്കുന്നത്, അല്ലാതെ എന്നെ പിടിച്ചതിന് എനിക്കൊരു കുഴപ്പമില്ല. അത് പ്രോപ്പറായിട്ട് അതൊരു ഗെയിം സ്പിരിറ്റിൽ എടുത്ത് വെച്ച് കാണിച്ച് പറയുന്നത്, അല്ലാതെ ഇതുപോലെ കുത്തിത്തിരിപ്പിൽ എടുത്ത് വെച്ച് ഉണ്ടാക്കി പറയുന്നത്.
അതൊക്കെ അങ്ങനത്തെ ഉള്ളൂ. എപ്പോഴും ഈ സെയിം സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ലാലേട്ടൻ വന്നിട്ടും പറഞ്ഞു അതിന് മോളെ എന്ത് വർത്തമാനമാണ് അതൊന്ന് പറയണം, ഞാനത് വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവ ഇപ്പോഴും മറ്റേ ലാലേട്ടനെ പിടിച്ചോണ്ടിരിക്കും കേട്ടോ. ലാലേട്ടൻ വന്ന് പറഞ്ഞു, ലാലേട്ടൻ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണേലും പറയാം, എന്ത് വേണേലും ചെയ്യാം എന്നുള്ളൊരു അഹങ്കാരത്തോടു കൂടി അവകാശത്തോടു കൂടി കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അഭിനയം കാണിച്ചിട്ട് ഫ്രണ്ട്സ് എല്ലാവരോടും അങ്ങനെ ഫ്രണ്ട്സ് പാവം കളിച്ചിട്ട് എങ്ങനെയാണ് എവിടെ അവൾക്ക് വായന അവൾക്ക് സ്പേസ് കിട്ടുന്നു, ആ സ്പേസിൽ അവളെ കൊന്നു കളയാൻ പറ്റാണ്. പിന്നെ അവളുടെ PR ടീമോ കണ്ടോ, പിന്നെ അവളുടെ PR ടീം എന്ന് അതൊക്കെ ഇതിനിടയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കാര്യം എന്തുവാ? ഈ ടോക്ക് പുറത്തേക്ക് ഏത് രീതിയിൽ എത്തണം, അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി ഏത് രീതിയിലായിരിക്കണം പുറത്ത് താറടിച്ച് കാണിക്കേണ്ടത്, അത് പ്രോപ്പർ ആയിട്ടൊരു ഇന്റൻഷൻ ആയിട്ട് എടുത്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കുന്ന കാര്യം. എന്തായാലും ഈ ആഴ്ച പുറത്തേക്ക് പോകുമ്പോഴത്തേന് ആ ഒരു കണക്കൂട്ടലും മതി. ഓക്കെ, എന്തായാലും ഇതിനകത്ത് ഇപ്പൊ ആര്യം പറയുന്നുണ്ടല്ലോ, ഈ ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ജനങ്ങൾക്കിടയിലേക്ക് വ്യക്തമായ ഒരു ധാരണ അക്ബറിനകത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചോദിച്ചത്. എന്നാൽ അതിന്റെ ഇന്റൻഷൻ അത് മാത്രമല്ല, അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിയെ താറടിക്കാനും അനുമോളുടെ പ്രവർത്തികൾ ഇന്ന കാര്യങ്ങളാണ് എന്ന് ജനങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടും അതിനകത്തൂടെ ഈ പറയുന്ന ആര്യൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആദ്യ വീക്കുകളിൽ ജിസയിലുമായിട്ടുണ്ടായിട്ടുള്ള ഒരു അപമാനത്തിന് വെള്ളയടിക്കും, പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അതിനെല്ലാം വെള്ള പൂശി പ്രോപ്പറായിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടും ആ ചെറുക്കൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ അക്ബർ എന്ന് പറയുന്ന വലിയ ശരീരവും, ഷാനവാസ് പറഞ്ഞല്ലോ വലിയ ശരീരവും ചെറിയ മനസ്സുമായിട്ടുള്ള ആ ഒരു വ്യക്തിയെ കൂടെ നിർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നെവിൻ എന്ന് പറയുന്നൊരു വ്യക്തി എന്തായാലും കൂടെ നിൽക്കുന്നുണ്ട്, അത് ആ രീതിയിൽ താറടിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പം ഈ ആഴ്ച നിങ്ങൾ വോട്ട് ചെയ്യുമ്പം പ്രോപ്പറായിട്ട് കളിക്കുന്നവർക്ക് വോട്ട് ചെയ്യുക, അല്ലാതെ ഇതുപോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇതുപോലെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇത്തരത്തിൽ പോകുന്ന വ്യക്തികളെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫൈനലും നല്ല ഒരു ടോപ്പ് 5 നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും.